ഓ ഇത്രയും നേരമായിട്ട് നിങ്ങൾ എഴുന്നേറ്റില്ലേ? ഓ എഴുന്നേറ്റടി എഴുന്നേറ്റു. നേരം വെളുത്ത് കുറെ സമയമായി. രാവിലെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയി. ദേ ഈ ചന്ദനം തുടരുത്. ഞാൻ കുളിച്ചിട്ടില്ല. ആ സാരല്ല, ഇന്നത്തെ ദിവസം ഒരു കുറി തൊട. പിന്നെ ഒരു പഴവും തിന്ന. അയ്യോ കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പല്ല് തേച്ചല്ലോ, കുഴപ്പമില്ല. എന്താടി പതിവില്ലാതെ അമ്പലത്തിലോട്ടൊക്കെ? അയ്യോ അപ്പൊ ചേട്ടൻ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഗ്രൂപ്പിലെ മലയാളി മംഗ ഗ്രൂപ്പിലെ രമണി ഇല്ലയോ എന്റെ കൂട്ടുകാരി, അവളുടെ ഭർത്താവിന് 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന്. എന്റെ ദൈവമേ, അഭിമാനിക്കുന്നടി. ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയതിൽ സത്യം പറഞ്ഞ ശരിക്കും അഭിമാനിക്കുന്നു. കാരണം സ്വന്തം കൂട്ടുകാരിയുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഉണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അതെനിക്ക് അഭിമാനമാണ്. അല്ല അത്ര അഭിമാനിക്കണ്ട. ഇന്ന് രാവിലെ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് കിടക്കുന്നു, ആ ലോട്ടറി കാണാനില്ലെന്നോ ഷർട്ട് കഴിയപ്പോ അതങ്ങാണ്ട് കീറിപ്പോയെന്നോ എന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു. അപമാനിക്കുന്നടി. ഇത്രയും നല്ലൊരു അപമാനമുള്ളൊരു ഭാര്യയെ കിട്ടിയാലും ഞാൻ അപമാനിക്കുന്നു. ഇടി നീ എന്തൊരു പരിപാടിയാണ് കാണിക്കുന്നത്? ഈ സിന്ദൂരം തൊടിക്കൂ. സിന്ദൂരം തൊടാൻ നീ സമ്മതിക്കത്തില്ലല്ലോ. സിന്ദൂരം എങ്ങാനും തൊട്ടാ നിങ്ങളുടെ കയ്യും കാലും കല്ല് പിടിച്ചാൽ അല്ല ഞാൻ നീ പിന്നെ എന്തോ പറഞ്ഞത്? സിന്ദൂരം തൊടിക്കോന്ന്. ഇതാണ് എന്റെ ഭാര്യ. ഒരു ദിവസത്തിന്റെ ആരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്റെ കൈകൊണ്ട് അവളുടെ തിരുനെറ്റിയിൽ സിന്ദൂരം ചേർത്തണം. അത്രയ്ക്ക് ഉത്തമയായ ഭാര്യയാണ് ഇവള്. എന്റെ ദൈവമേ, പനിനീരുമായി പുഴകൾ നീന്തി വന്ന കുളിരേ, ഒഴുകുന്നു നിൻ കൊലുസണിഞ്ഞ കൊഞ്ചലിതിലേ. അയ്യോ ഇതെന്നാ ഹോളിയാ? സിന്ദൂരം പോയ പോക്ക് നോക്കി. എന്റെ നെറ്റിയിലോട്ട് തൊടിക്കാനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഫോണിലെ ഫ്രണ്ട് ക്യാമറയുടെ മേളിലോട്ട് അങ്ങോട്ട് തൊടിയിക്കും. അവളല്ലയോ നിങ്ങളുടെ ഭാര്യ. 24 മണിക്കൂർ ഇതും കൊണ്ട് നിങ്ങൾ ആ ബാത്റൂമിനകത്തല്ലയോ മനുഷ്യ? എടി ഞങ്ങൾ ആണുങ്ങൾ മാത്രമല്ല, ഇപ്പൊ എല്ലാ ആൾക്കാരും ബാത്റൂമിൽ പോകുന്നിടത്ത് ഫോണും കൊണ്ടാ പോകുന്നത്. നമ്മൾ ആദ്യം ബാത്റൂമിൽ ഇരുന്ന് പത്രം വായിക്കുമായിരുന്നു. ഇപ്പൊ ഫോൺ എടുത്ത് ചുമ്മാ ഇങ്ങനെ തോണ്ടി ഇരിക്കുന്നതിന്റെ ഒരു സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. അച്ഛനെ വിളിക്കുന്ന കാര്യം എങ്ങനെ? എന്റെ അച്ഛനൊന്ന് വിളിക്കും. ഇതുപോലെ തന്തക്ക് വിളി കേൾക്കാൻ പാകിതാക്കുന്ന ഒരു പെണ്ണ് എന്തുവാടി ഇത്? എന്റെ അച്ഛനെ വിളിക്കാനാണോ ഞാൻ പറഞ്ഞത്? എന്റെ അച്ഛനെ ഒന്ന് ഫോൺ വിളിക്കാൻ. വിളി. അയ്യോ അയ്യോ അല്ല, ഹലോയെ വെക്കണ്ടത്. അയ്യോ അതല്ല, അച്ഛൻ പരിധിക്ക് പുറത്താണ്. എന്നാ നിന്റെ അമ്മ വീട്ടിലോട്ട് വന്ന് കാണും. നിന്റെ അമ്മ എപ്പോ വീട്ടിൽ വന്ന് കയറുന്നോ അപ്പൊ ആ മനുഷ്യൻ പരിധിക്ക് പുറത്താ. സൈലന്റ് മൂഡ് ആക്ടിവേറ്റ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഗോവയിൽ നിന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത്? വന്നു കഴിഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോ, അല്ല അവിടെ കൊണ്ടുപോ, ഇവിടെ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞില്ലേ എന്റെ അടുത്ത്? അവിടെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ആ ഒരു മൂഡിലാണല്ലോ ഞാനിപ്പോ നിക്കുന്നത്. കൊണ്ടുപോകും. ഞാൻ പോയി ചായ എടുത്തിട്ട് വരട്ടെ. ചായ എടു. ചായ മനസ്സിലാവുന്നുണ്ടല്ല. എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാനിവിടെ ഇരിക്കുന്നത്. അവളിപ്പോ ഒന്നും അറിയാത്ത പോലെ അങ്ങ് പോകുന്നു. ഒരു മനുഷ്യന്റെ വിഷമം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതെങ്ങനെയാ? ഈ വിഷമങ്ങളൊക്കെ പറയാനായിട്ട് ഒരുത്തിനെയും കൊണ്ട് വിളിച്ചിട്ടുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ പടി തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല. എന്തോ പറയാനാണ് എന്റെ ദൈവമേ. ഫൽഗുണനല്ല, ഞാനിപ്പൊ നിർഗുണനാ. ഒരു ഗുണവും ഇല്ലാത്തവനായി മാറിക്കൊണ്ടിരിക്കും. അളിയാ നീങ്ങി വാ. ഗോവയിലൊക്കെ വന്നിട്ട് പനിയൊന്നുമില്ലേ? പിന്നെ വന്നപ്പോ നല്ല മൂക്കൊലിപ്പും ജലദോഷം ഉണ്ടായിരുന്നു. പിന്നെ ആവി പിടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് മാറി. നിനക്ക് പനി ചുമയുണ്ടോന്നല്ലേ ചോദിച്ചേ? പിന്നെ ഫെനിയുണ്ട്. ഫെനി എടുക്കളിയാന്ന് പറഞ്ഞാ ഒരു കുപ്പി താങ്ങുവോ? രണ്ട് ഫെനി അടിക്കളിയാ. ഒരു ഫെനി അങ്ങ് അടിച്ചാ മതി. കണ്ട ഗോവയെ വാറ്റിയ ഫെനിയാണ്. ഒന്നാം തരം കശുമാങ്ങൊക്കെ ഇട്ട് വാറ്റിയ ഫെനിയാ. എന്തോ അവിടെ പരിപാടി? എന്തോ അവിടെ പരിപാടി? മദ്യം കഴിക്കരുന്ന് പറഞ്ഞിട്ടില്ലയോ ഡോക്ടറോ? അല്ല ഞാൻ. 2 പെഗ് അടിച്ചു കഴിഞ്ഞാ പിന്നെ മിണ്ടില്ല. ഇത്ര വൃത്തികെട്ട സ്വഭാവമൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചടാ? 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ നിന്നെ മുണ്ടില്ലെന്ന് പറഞ്ഞു. എടാ മുണ്ടില്ലെന്നല്ല, അവൾ എന്നോട് മിണ്ടില്ലെന്നാ പറഞ്ഞത്. ചേട്ടൻ നോക്കിയോ, ചേട്ടനായതുകൊണ്ട് മാത്രം ഞാനങ്ങ് സമ്മതിക്കുക. 2 പെഗേ കൊടുക്കാവൂ. അത്രേ ഉള്ളൂ. മോളെ പേടിക്കണ്ട. വലിച്ചു കയറ്റിയേക്കരുതല്ലോ. 2 പെഗ് മാത്രം. അളിയാ, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നതിൽ പ്രധാന കാരണമുണ്ട്. എന്നളിയാ പറ. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായോ? അതെ. എടാ ഈ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ടൊരുത്തൻ എന്റെ വീടിന്റെ ഗേറ്റിന്റെ വാതിക്കെ വന്നിട്ട് ബൈക്കും കൊണ്ട് വളഞ്ഞൊരൊറ്റ പോക്കാണ്. എടാ പഞ്ചായത്ത് റോഡാണ്, ഇഷ്ടം പോലെ വണ്ടിക്കാർ വരും, വളയ്ക്കും പോവും. അതിന് നിൽക്കുന്ന കുഴപ്പം? ഇവൻ ഈ ബൈക്കും കൊണ്ട് വന്നതൊക്കെ എന്റെ ഗേറ്റിന്റെ വാതിക്കെ തന്നിട്ട് വളക്കണമെന്ന് എന്താണ് കാര്യം? നിനക്ക് ഏതാണ്ട് പ്രാന്താണ്. എടാ എന്തുമാത്രം ഇടവഴിയുണ്ട്, നല്ല പഞ്ചായത്ത് റോഡുണ്ട്, നേരെയുള്ള വഴിയുണ്ട്, വളഞ്ഞ വഴിയുണ്ട്. ഇവൻ അങ്ങോട്ട് പോക്കൂടെ? ഈ ഗേറ്റിന്റെ വാതിക്കലിട്ട് വളക്കുന്നതിലൊരു കാര്യമില്ലേ? അങ്ങനെ നീ പറയുമ്പോൾ ഉണ്ട്. എടാ സംഭവം എന്താണെന്നറിയാമോ? അവൻ ഇവളെ കാണാനായിട്ട് വരുന്നതാണ്. എനിക്ക് എടാ നിനക്കറിഞ്ഞൂടാ, ഞാൻ ഒന്നാമത് നല്ല പിരിമുറുക്കത്തില്ല.
ഒരു കുഴപ്പമില്ല. അതിന്റെ അടിയിൽ ഒരൊറ്റ തട്ട് കേട്ടോ, മേളിലൊരൊറ്റടി പിടിമുറുകിയതാണ് അപ്പ തുറക്കും. ആ കുപ്പി പൊട്ടിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? എടാ ഞാൻ മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലാണ്. എന്ത് പിടിമുറുക്കാന്ന് എടാ ഞാൻ പറയട്ടെ, ഇപ്പൊ അവൻ ഇവിടെ വരുന്നത് അവളെ കാണാനായിട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തോന്നുന്നത് അളിയാ, നീ പറഞ്ഞ വഴി മൈൻഡ് സെറ്റ് ആവണം. അപ്പൊ ഐഡിയ വരും, ഐഡിയ വരും. അളിയ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യ. എനിക്കിത് ഇവളുടെ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരത്തില്ലേ? അഥവാ അവക്ക് അങ്ങനെ ഇല്ല. ഇല്ലടാ പാവം. പക്ഷെ അത് അവളുടെ മനസ്സിൽ മൊത്തം അങ്ങ് കിടക്കത്തില്ല. ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞോണ്ട്. നിന്നെ കൊന്നപ്പോലും നീ ചോദിക്കരുത്. കാരണം ഒരുപാട് പെങ്കൊച്ചുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അല്ലേ കൊച്ച് ശ്രീദേവിയാടാ, ശ്രീദേവി. എടാ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞു തന്നെ ശരിയാടാ. എങ്കിലും അളിയാ ഇത് ചോദിക്കണം. കാരണം ഇത് ചോദിച്ചില്ലെങ്കിൽ നാളെ ഞാൻ ഗോവയിലോട്ട് പോകുവാന്ന് വെച്ചോ, ഇതെന്റെ മനസ്സിൽ കിടക്കും. അതുകൊണ്ടാ പറഞ്ഞ് ചോദിക്കണോന്ന്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആലോചിച്ച് നോക്ക്. അല്ലേ ഞാൻ ആലോചിച്ചിട്ട് മൈൻഡ് സെറ്റ് ആവട്ടെ. മദ്യപാനം ഇത്തിരി കൂടുന്നുണ്ട് എന്റെ അളിയാ. ഞാൻ അടിച്ചില്ലെങ്കിൽ അടിക്കില്ല, അടിച്ച് കഴിഞ്ഞ തീ ലെവലടിക്കും. എന്നിട്ട് നമ്മൾ ഈ വീട്ടിലേക്കൊക്കെ പോണേക്ക് ഹമ്പ് ചാടുമ്പോ ഇവിടം വരെ കിടക്കണ മദ്യം തുളുമ്പിലെ ചെവികട ഒഴുകണം. അതാണ് എന്റെ ഒരു ലൈൻ. എനിക്ക് സത്യം പറഞ്ഞ ടെൻഷൻ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കളയല്ലേ, ഒന്നും വിലയുള്ള സാധനം തെറ്റായി വന്നു. അതവനല്ല. അല്ലടാ പോട്ടെ. കാരണം അവനായിരുന്നെങ്കിൽ വളച്ചേനെ. വളച്ചേനെ? അതെ, അവനിട്ട് വളച്ചേനെ. അതെ അതെ അതെ, അതവനല്ല. ഏട്ടാ അച്ചാറ്. നമ്മളിപ്പോ ഇവിടെ അച്ചാറ് ചോദിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ബൈക്കിന്റെ ശബ്ദം കേട്ട് വന്നതാണല്ലോ അവള്. ബൈക്കിന്റെ ശബ്ദം, അവനെ കാണാനായിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ടിട്ട് നിനക്കൊന്നും തോന്നുന്നില്ലേടാ? എന്റെ അളിയാ എന്തളിയാ? മൈൻഡ് സെറ്റ് ആവട്ടെ. മൈൻഡ് സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പൈന്റ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? എടാ ഈ കൊച്ചെന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ കൊച്ചു പൊന്നാണ്. എന്തായാലും അവളോട് ഞാൻ ചോദിക്കോളിയാ. നീ ചോദിക്കണം. ചോദിക്കണ? വേണ്ട, ഞാൻ ചോദിക്കും. നീ ഏത് സാധനമാണോ ഈ അടിക്കുന്നത്? എന്നാ സാധനമാണ്? ഞാൻ പറഞ്ഞില്ല ഇത് ഫെനിയാണെന്നുള്ളത്. ഒരു സ്ഥിരതയില്ലാത്ത സാധനം. ഒരിക്കൽ പറയണമല്ല പിന്നെ പറയണത്. വല്ലോ കാര്യമുണ്ടോ? ആ കുറ്റം നിന്റെ നിലയിലായി. അളിയാ ഞാൻ തീരുമാനിച്ചു, ഞാൻ ചോദിക്കുന്നില്ല. എന്നെ കൊല്ലി ഞാൻ. ചോദിക്കണോ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അളിയ വേണ്ടളിയ. അവനല്ല. അവനായിരുന്നെങ്കിൽ ഗേറ്റിന്റെ അവിടെ വളച്ചേര്. ഒരു ബുള്ളറ്റ് അല്ലേ ഏട്ടാ പോയത്? പോയത് ബുള്ളറ്റാ, പക്ഷെ ബുള്ളറ്റ് എങ്ങും പോയില്ല. ആ ബുള്ളറ്റ് എന്റെ നെഞ്ചിലാ കയറിയത്. ചേട്ടാ ഇച്ചിരി നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നട്ട്സ് അറിയാവോ? നട്ട്സ് എന്താന്ന്? അണ്ടിപ്പരിപ്പ. അതെ ഏട്ടാ, സുമേഷിന്റെ വീട്ടിലെ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു 2 വീലർ. എനിക്ക് വേണമായിരുന്നു ചേട്ടാ. അല്ല, എനിക്ക് ഈ പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ ഒരു അത്യാവശ്യത്തിന് ഒരു വണ്ടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഞാൻ കാണാൻ ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ല. പരിഹാസവുമാണല്ലോ ദൈവമേ. എന്റെ അഭിപ്രായത്തില് സെക്കൻഡ് ഹാൻഡ് മേടിക്കരുത്. മേടിക്കുകയാണെങ്കിൽ നല്ല പുതിയ ബൈക്ക് എടുക്കണം. അയ്യോ, ബൈക്ക് എടുത്ത് ഇവിടെ ഓടിക്കാൻ ആരുമില്ല. ഇങ്ങാർക്കാണെ അറിയത്തുമില്ല. എനിക്കാണ് ഈ ബൈക്കിന്റെ പുറയിലൊക്കെ ഇങ്ങനെ ചെത്തി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ ചേട്ടനൊന്ന് പറയുവോ? ഞാൻ പറയാം. ഒന്ന് നോക്കിയേക്കണേ. പറയാം. കണ്ട അത് ഞാൻ കണ്ട അവിടെ എടാ, അവക്ക് ബൈക്കിനോടുള്ള ക്രൈസ് നീ കണ്ട? ഇതാണോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം? നിന്നെക്കാളും കൂടുതൽ ക്രൈസ് അവക്ക് ബൈക്കിനോടാണ്. അവിടെ മനസ്സിലെന്നെ അറിയാമോ? അനീത്തിപ്രാവ് കൂടുകൂട്ടി തുടങ്ങി ഒരു രാജമല്ലി വിടരുന്ന. ഒരു കാര്യം ഞാൻ എന്തായാലും തീരുമാനിച്ചു. ലോകത്തെ ഒരു ഭർത്താക്കന്മാരും ചെയ്യാത്തൊരു ചെറ്റപ്പരിപാടി നീ ചെയ്യും. ഞാൻ ചെയ്യും. ചെയ്യണമെന്ന് വേറൊന്നുമല്ല, അവള് ബാക്കിയുള്ളവരോട് പെരുമാറുന്ന ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്കറിയണമല്ലോ. അതറിയണം. അതുകൊണ്ട് നീ നൈസായിട്ട് അവളെ ഒന്ന് ടൂർ ചെയ്യണം. എന്ത് വർത്താനാ പറയണേ? കാര്യം ഞാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ കള്ളും മേടിച്ചു കുടിച്ചിട്ട് അണ്ടിപ്പരിപ്പ് തിന്നത്തില്ലേ? ഞാൻ അങ്ങനെ ചെയ്യില്ലടാ.
എടാ ഞാൻ പറഞ്ഞു ഇതൊരു അഭിനയം മാത്രമാണ്, മനസ്സിലായോ? അഭിനയം? എനിക്ക് അവളുടെ ക്യാരക്ടർ അറിയാനായിട്ട്. എടാ എത്രയോ കൂട്ടുകാരന്മാരെ എനിക്കുണ്ട്. ആ. ഞാനിത് നിന്നെ തന്നെ ഏൽപ്പിച്ചെന്റെ കാര്യം എന്താണെന്നറിയാവോ? എന്നിലുള്ള വിശ്വാസം അല്ല, പിന്നെ? അവള് തെണ്ടി തിന്നാലും നിന്റെ കൂടെ വരത്തില്ലെന്ന്. അളിയൻ താണ്ടേ ഈ സാധനം കൂടെ അങ്ങ് കയറ്റിക്കാൻ. ഞാൻ നൈസായിട്ട് ഇവിടെ മയങ്ങി വീണ പോലെ കിടക്കും. നീ ഒന്ന് അവളെ നൈസായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക. അവളുടെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാൻ വേണ്ടിട്ട്. എന്നെ കുറിച്ച് ഇത്രയും കരുതലുള്ള നിനക്ക് വേണ്ടി ആ. ഞാൻ ചെയ്യും. മയങ്ങിയേ ഓഫായോ? ഇതല്ല, ഞാൻ ഓഫാക്കി. അതെ, ഇവൻ എന്നോ നാളെ അങ്ങ് പോവും. അതുകൊണ്ട് പിന്നെ നമ്മളൊക്കെ ഇവിടെ ഉള്ളൂ. അപ്പോ നമ്പർ ഒന്ന് തരണം. എന്തോന്ന്? വേറെ രാത്രിയോ പകരം എപ്പോഴും ചേട്ടായിനെ വിളിച്ചോ. വല്ല ഗ്യാസ് ബുക്ക് ചെയ്യലോ. ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ബുക്കിംഗ് കൊണ്ട് നടക്കാൻ പറ്റില്ല. വീട്ടിൽ കയറുന്ന അനാവശ്യം കാണിച്ചാലുണ്ടല്ലോ. നിങ്ങളൊരു നല്ല മനുഷ്യനായതുണ്ടോ ഞാൻ ഈ കുടുംബത്തിലേക്ക്? എന്തോ മനുഷ്യൻ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ നമ്പർ എപ്പോഴും അത്യാവശ്യമല്ലേ. ഒരു മനുഷ്യൻ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ചോദിക്കുന്നുണ്ടോ എന്റെ നമ്പർ വേണോന്ന്? നമ്പർ വേണോന്ന്? എന്നാ തോന്നിയ ദിവസമാടാ നീ കാണിച്ചേ? ഇങ്ങോട്ട് നോക്കണേ, എന്റെ അണ്ടിപ്പരിപ്പ് മൊത്തം തിന്നവനെ. കാണിച്ചേ നീ എന്നാ തോന്നിയ ദിവസം കാണിച്ചേ? നീ പറഞ്ഞിട്ടല്ല. നീ എന്നാ തോന്നിയ ദിവസം കാണിച്ചേ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ഇവിടെ എങ്ങനെയാ നിക്കണമെന്ന് നീ അറിയണം, മനസ്സിലായോ? നെഞ്ചു പിടഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ ഈ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒന്നും ചെയ്യരുത്, മനസ്സിലായോടാ? നമ്പർ ചോദിച്ചല്ലേ? ചോദിച്ചു. സഹോദരന്റെ സ്ഥാനം മോശമായിട്ടൊരു വാക്കുവല്ലോ പറഞ്ഞോ? അത് പറഞ്ഞില്ല. ഇല്ല, സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടിട്ടാണ് അവൻ ആ നമ്പർ ചോദിച്ചത്. തെറ്റിദ്ധരിക്കരുത്. ഓവറാക്കല്ലേ. ഇനി ഇതിന്ന് ഒരു തുള്ളി കുടിച്ചാൽ നോക്കിക്കോ നിങ്ങൾ. എല്ലാം ഞാൻ എടുത്തോണ്ട് പോവാ. അളിയാ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പുറത്തുനിന്ന് ആരെങ്കിലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ആ ബൈക്കുകാരൻ അവൻ തന്നെയാണ് അവളുടെ മനസ്സിൽ. അളിയ നീറുവാ, അളിയ നീറുവാ. നല്ല നീറ്റിലുണ്ട് അളിയാ, നല്ല നീറ്റിലായിന്. അച്ചാറിന് നീറുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞത്? എന്റെ മനസ്സങ്ങ് അധികമായിട്ട് നീറിക്കൊണ്ടിരിക്കുമെന്നാ പറഞ്ഞത്. ആണ്ടാ നെഞ്ചത്തും തേച്ച് വെച്ച് നെഞ്ചും കൂടെ നീർക്കാനുള്ള പരിപാടിയാണ്. അളിയ അവനാ നമ്മൾ തല്ലും. എന്റെ കൂടെ കട്ടയ്ക്ക് തല്ലാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ ബാക്കി കാര്യം ഏറ്റളിയാ. അവന്റെ കേസ് നീ വിട്ടേക്ക് പൊന്നുമോനെ. അവന് ആദ്യത്തടി അളിയൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവൻ ആദ്യത്തടി ഞാൻ അളിയൻ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി അടി അടിക്കും. അവന് നമ്മളിന്ന് അടിച്ചു പിരിക്കും. ഈ അച്ചാർ വെച്ചിട്ട് പിന്നെ എന്തിനാടാ ക്ലാസ് എടുത്ത് വിടുക്കുന്നത്? എടാ എന്തോ കഷ്ടമാണെന്ന് പറയടാ. അടിക്കണ്ടാവും വരുന്നുണ്ട്. കുപ്പി അടിച്ച് തീർക്കണ്ടാവും വരണമെന്നല്ല പറഞ്ഞത്. നമ്മൾ അടിക്കണ്ടവൻ ഇപ്പൊ ഇവിടെ എത്തും. ഈ ടൈമിങ്ങിനാണ് അവൻ വരുന്നത്. അവന് നമുക്ക് അടിക്കണോളിയാ. അടിക്കണം. എന്റെ പേര് കേസാവോടി. എന്റെ പേര് കേസാവും. ഞാൻ ആ ബൈക്കിൽ വന്നവനെ തല്ലി. കേസാവും. എന്തോ കാര്യത്തിൽ മനുഷ്യൻ നിങ്ങൾ തല്ലിയത്? എടി അത് സംഭവം എന്ന് പറഞ്ഞാലേ, നീ ഇവിടെ സ്ഥിരമായിട്ടുള്ളപ്പോഴത്തേക്ക് അവൻ നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് എപ്പോഴും ഇങ്ങനെ വണ്ടി വളച്ചിട്ട് അങ്ങ് പോകത്തില്ലേ? അത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് നിന്റെ ആരെങ്കിലും കാമുകനോ ആരോ നിന്നെ കാണാനായിട്ട് വരുന്നതാന്ന്. ഏതൊക്കെ ചെറുപ്പക്കാരി റോഡിൽ കൂടെ നടക്കുന്നുണ്ട്, അവരൊക്കെ എന്റെ കാമുകന്മാരാണോ? ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. എടി അതല്ലടി സംഭവം. ഞാൻ അവനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സത്യം ഞാൻ അറിഞ്ഞത്. നമ്മുടെ ബാബുവിന്റെ വർക്ക്ഷോപ്പില്ലേ, അവിടെ പുതിയതായിട്ട് പണിക്ക് വന്ന മെക്കാനിക്കാ വണ്ടി റെഡിയാക്കിയിട്ട് നേരെ ഓടിച്ചോണ്ട് വന്ന് ആ വണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ടറിയാൻ ഈ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതാ. ഞാൻ അറിഞ്ഞില്ലടി അവൻ നിന്നെ കാണാൻ വന്നല്ല, അവൻ വണ്ടി കൊണ്ട് വന്നതാണെന്ന്. അളിയാ പിന്നെ എന്തോ ഈ വളിയാ. ഞാൻ ആലോചിച്ചിട്ട് കീറിയാണ്ടല്ല, എന്റെ ഭാര്യയാണ് ഞാൻ എങ്ങനെ സോപ്പിടുമെന്ന് പറഞ്ഞോണ്ടിരിക്കാൻ നേരത്താണ് അവന്റെ ഒഴി. ഇനി നിനക്ക് സാധനമില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോടാ.